ഹലോ ഗായ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് പോവുകയാണ്. അതും ടിൻഡോ ബ്രോയുടെ ബോട്ടിലാണെന്ന് നമ്മൾ പോകുന്നത്. നമ്മൾ അതിനായിട്ട് ഒപ്പുവയിലാണെന്ന് വന്നേക്കുന്നത്. സ്കിപ്പറും ടിൻഡോ ബ്രോയും കൂടാതെ ഞങ്ങൾ 5 പേരാണ് ഫിഷിങ്ങിനായിട്ട് പോകുന്നത്. മോർണിംഗ് 7:30 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തി. അപ്പോൾ നമുക്ക് പോകാനുള്ള ബോട്ടാണ് കേട്ടോ ഈ റാമ്പിൽ കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ ആൾ ദേ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ SUയുടെ പുറകിൽ ഇതുപോലത്തെ ട്രെയിലറിലാണ് കേട്ടോ നമ്മൾ ബോട്ട് കൊണ്ടുപോകാറ്. അപ്പോൾ ബോട്ട് അൺലോഡൊക്കെ കഴിഞ്ഞു. നമ്മളിത് ആ ബോട്ടിലേക്ക് നടക്കുവാണ്. ഒരു ഫുൾ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസും വെള്ളവും എല്ലാം നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇതാ ബോട്ടിലേക്ക് കയറുവാണ്. പക്ഷേ ആരാദ്യം കയറുമെന്നൊരു ഡൗട്ടിൽ നിൽക്കുമായിരുന്നു. കാരണം ഇനി എങ്ങാനും ഫിഷ് കിട്ടില്ലെങ്കിൽ പിന്നെ ആ ആദ്യം കയറിയ ആളുടെ പേരിലായിരിക്കും ആ കുറ്റം മുഴുവൻ. പക്ഷേ കുറ്റം പറയുന്നവരുടെയൊക്കെ പോകാൻ പറയുന്നതുകൊണ്ട് സജിൻ ഗോപു ഇത് ആദ്യം തന്നെ കാലുവെച്ച് ബോട്ടിലേക്ക്, പുറകെ ഞങ്ങളും. അപ്പോൾ കയറി ഉടനെ തന്നെ ഫസ്റ്റ് നമ്മുടെ സ്കിപ്പറായ മാറ്റ് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് എങ്ങനെ വെയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാദർ ബ്രൂസ് സ്മിത്ത് ബേ ഓഫ് ഐലൻഡിലെ സോൾട്ട് ഫിഷ് ക്ലബിൻ്റെ ഫോർമർ പ്രസിഡൻ്റ് ആയിരുന്നു. നോർത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിപ്പറാണ് അദ്ദേഹം. കാരണം എവിടെ പോയാൽ എന്ത് ഫിഷ് കിട്ടുമെന്നൊക്കെ പക്കാ ധാരണ പുള്ളിക്കാരനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ ഫിഷ് ഹണ്ടിങ് ഇതാ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഒപ്പോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പോ എന്ന് പറയുന്നത് ബേ ഓഫ് ഐലൻഡ്സിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളിന്ന് ഫിഷിങ്ങിന് പോകുന്നതും ബേ ഓഫ് ഐലൻഡ്സിൻ്റെ ഏരിയയിലാണ്. നമ്മളുടെ ഈ പാക്കേജിൽ ഫിഷിംഗ് മാത്രമല്ല കേട്ടോ, മോസ്റ്റ് സീനിക് വ്യൂസ് ഓഫ് ബേ ഓഫ് ഐലൻഡ്സ് കൂടി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ലൈവ് ബെയ്റ്റ് ഫിഷിനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കവായി പോലുള്ള ചെറിയ ഫിഷസ് ഉള്ള ഏരിയയിലോട്ടാണ് നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഐലൻഡ് ടു ഐലൻഡ് ഫെറി സർവീസ് ആണ്. നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതും ഈ ബേ ഓഫ് ഐലൻഡ്സിൻ്റെ ഒരു പാർട്ടായ പഹിയയിലാണ്. ഉപ്പുവയിൽ നിന്നും റസലിലേക്കൊക്കെ പോകാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ് ഈ ഫെറി. കിങ് ഫിഷർ എന്നാണ് കേട്ടോ ഈ ബോട്ടിൻ്റെ പേര്. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യവും കിങ് ഫിഷിനെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാറിലെ പോലെ തോന്നിക്കുന്ന ഒരു GPS സിസ്റ്റം നമ്മുടെ ബോട്ടിലുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഫിഷ് എവിടെ ഉണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഈ മുകളിൽ കാണുന്ന ഡിസ്പ്ലേയിൽ ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന കേട്ടോ നമ്മുടെ സ്പീഡ്. നോട്ടിക്കൽ മൈൽസിലാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ബെയ്റ്റ് ഫിഷ് നിൽക്കുന്ന സ്പോട്ടിലെത്തി. GPS-ൽ ഒരു ഫിഷിൻ്റെ കൂട്ടം തന്നെ അടിയിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ പൊതുവേ ചെറിയ എന്തെങ്കിലും ബെയ്റ്റ് ഒക്കെ ഇട്ടാണ് ഈ ബെയ്റ്റ് ഫിഷിനെ പിടിക്കാറ്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതെങ്ങനെയാണെന്നൊക്കെ നമ്മുടെ സ്കിപ്പർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. കാരണം ഈ കൂട്ടമായി പോകുന്ന ഫിഷിൻ്റെ സ്കിൻ ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ നമ്മുടെ സബിക്ക് മാക്സിമം ഡിപ്പ് ചെയ്യുക. എന്നിട്ട് പതിയെ റീകോൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഈ മീൻ്റെ ഉടക്കും എന്നാണ് നമ്മുടെ സ്കിപ്പർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് ബോട്ടിൽ കയറിയ ആൾക്ക് തന്നെ ആദ്യത്തെ ബെയ്റ്റ് ഫിഷ് ഇതാ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ബോട്ടിലെ ഈ കാണുന്ന ബോക്സിലാണ് നമ്മൾ ഫിഷിനെ സൂക്ഷിക്കുന്നത്. അതിലൂടെ ഫുൾ ടൈം സീ വാട്ടർ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫിഷ് ചാവാതിരിക്കും. ആദ്യം അടിച്ചേക്കുന്നത് ഒരു യെല്ലോ ടൈലിനെയാണ്. അങ്ങനെ സെക്കൻഡ് ബെയ്റ്റ് ഇത് നമ്മുടെ റോബിൻ ചേട്ടന് കിട്ടി. ആദ്യം ഒരു ഫിഷൊക്കെയാണ് കിട്ടാൻ തുടങ്ങിയെങ്കിലും പിന്നെ ഒരു ചൂണ്ടയിൽ 2-3 ഫിഷിനൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചെറപറ ബെയ്റ്റ് ഫിഷ് എടുത്തുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആവശ്യത്തിൻ്റെ ബെയ്റ്റ് ഫിഷിനെയൊക്കെ പിടിച്ചു. ഇനി അടുത്ത ലക്ഷ്യം കിങ് ഫിഷിനെ പിടിക്കുക എന്നുള്ളതാണ്. പോകുന്ന വഴി ടിൻഡോ ബ്രോ നമുക്ക് ഓരോരോ സ്പോട്ടുകൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന റോക്കിൻ്റെ പേര് ട്വിൻ സിസ്റ്റേഴ്സ് എന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെ വൈറ്റ് റോക്ക് എന്ന പേരിലെ വേറൊരു പാറക്കെട്ട് നമ്മൾ കണ്ടു. ടോപ്പ് പോർഷനിൽ ആ ഒരു വൈറ്റ് കളർ വന്നേക്കുന്നതുകൊണ്ടാണ് അതിന് വൈറ്റ് റോക്ക് എന്ന് പേര് കിട്ടിയത്. നമ്മൾ പോകുമ്പോഴേ ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ ഐലൻഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റി. കടലിൽ പോയി ഫിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആക്ച്വലി കരുതിച്ചത് ചുറ്റും വെള്ളം മാത്രമുള്ളൊരു പോർഷനിൽ പോയി മീൻ പിടിക്കുക എന്നായിരുന്നു. പക്ഷേ ഇത്രയും അടിപൊളി സീനറീസ് ആണ് ഞങ്ങളെ കാത്തിരുന്നതെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. തിരമാലകളാൽ രൂപപ്പെട്ട കുറേയധികം കേവ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിലൊന്നാണ് ഈ കാണുന്നത്. നെക്സ്റ്റ് ഞങ്ങളെ കടലിൻ്റെ നടുക്കുള്ള ഒരു കേവിൻ്റെ ഉള്ളിൽ കൂടി കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു. നമുക്ക് കോറമണ്ടൽ കത്തീഡ്രൽ കോവ് പോലത്തെ സ്ഥലങ്ങളിൽ കൂടി പോകുമ്പോഴുള്ള അതേ ഒരു ഫീലാണ് നമുക്ക് ഈ വഴി കിട്ടുന്നത്. ഇത്രയും അടുത്ത് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്ഥലങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് ഞങ്ങളിത് കാണാൻ ലേറ്റായി എന്ന് തോന്നിപ്പോയി. കേവിൻ്റെ ഉള്ളിൽ കൂടിയുള്ള വാട്ടറിൻ്റെ ഫോഴ്സ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പതുക്കെയാണ് അവിടെ കൂടി പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കേവിൻ്റെ ഉള്ളിലെ ആ സ്ട്രക്ചർ നമുക്ക് നല്ലപോലെ വിസിബിൾ ആയിരുന്നു. നമ്മൾ കൂടാതെ വേറെയും ഫിഷിംഗ് ബോട്ടുകൾ ആ വഴി വരുന്നുണ്ടായിരുന്നു. ആ വ്യൂ തന്നെ കണ്ടില്ലേ ബ്രോസ്, കിട്ടുമല്ലേ? പറഞ്ഞു കേട്ടത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് പോലത്തെ പരിപാടികളൊക്കെ ഇതുപോലത്തെ ഐലൻഡുകൾ വെച്ച് ഇവിടെ നടത്താറുണ്ടെന്നായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, കടലിലേക്ക് നടുക്ക് ഇതുപോലത്തെ ഒരു പാറയുടെ പൊക്കത്ത് വെച്ചിട്ട് കല്യാണം, കിടുമായിരിക്കും. കിങ് ഫിഷുള്ള സ്പോട്ടിൽ തന്നെ ഇനിയും ടൈം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓർത്തു ഒരു ബിയർ അങ്ങോട്ട് കാച്ചിയേക്കാന്നു. നല്ല കട്ട വെയിലത്ത് കടലിൽ നടുക്ക് ഒരു ചിൽഡ് ബിയർ, ആഹാ പൊള്ളി. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മളിതാ നമ്മുടെ കിങ് ഫിഷുള്ള സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പറയാൻ മറന്നു, ഇതുപോലത്തെ ബോട്ടിൽ ഫിഷിങ്ങിന് വരുമ്പോൾ നമ്മൾ ഓരോ എക്യുപ്മെൻറ്റ്സും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാം അവിടെയിലുണ്ടാവും.
നമ്മൾ ആകപ്പാട് കൊണ്ടുവരേണ്ടത് നമുക്ക് വേണ്ടിയുള്ള ഫുഡും അതേപോലെ ഡ്രിങ്ക്സും മാത്രമാണ്. കടലിൽ നിന്ന് ഈ മീനല്ലാണ്ട് രമണന് കിട്ടിയ പോലെ ഒരു ആഫ്രിക്കൻ പായൽ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. സോ ഡോണ്ട് ഫോർഗെറ്റ് യുവർ ഫുഡ് ആൻഡ് വാട്ടർ. ടിൻഡു ബ്രോയും മാറ്റും കൂടി നമുക്ക് ഫിഷിങ്ങിന് വേണ്ട ലൈൻസ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എക്സ്ട്രാപ്പ് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ ഈ കാണുന്ന ബ്ലൂ കോഹിരും അല്ലെങ്കിൽ നമ്മൾ പിടിച്ച മേക്കർ അതിന്റെ ഒക്കെ ഡിസൈൻ ഉള്ളതാണ്. അപ്പൊ ഈ തുമ്പ് ഇങ്ങനെ അടിയിലേക്ക് ഇരിക്കുന്ന കാരണം 12 മീറ്റർ ഡെപ്തിൽ ഇത് സ്വിം ചെയ്യും. ഇത് അവിടെ ചെന്നിട്ട് ഈ സൗണ്ട് കേട്ടാ ഇങ്ങനെ പോകും. അപ്പൊ കിങ് ഫിഷ് ദൂക്കാകുമ്പോ പോകില്ല. ആ 12 മീറ്റർ താഴത്തേക്ക് പോകാൻ വേണ്ടിട്ട് സ്പൂൺ പോലെ സാധനം ചില 3 മീറ്റർ ഉള്ളൂ. പക്ഷെ ഇത് ചൂടേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയില്ല എപ്പോഴൊക്കെ സാധനം കാണേണ്ടത്. സോ നിങ്ങൾ ഫുഡ് പ്രിപ്പയർ ആണ്. കൂടുതൽ 3 മീറ്റർ നല്ല ട്രൈ ചെയ്താൽ കേട്ടോ. ആ ഫുള്ള് ഡിസൈൻ ഇപ്പൊ ബ്ലൂ ഇപ്പൊ വേറെ ഡിസൈൻ നമ്മൾ കോഹി എന്ന് പറഞ്ഞു. ബ്ലൂ കോഹി അങ്ങനെ നമ്മൾ നമ്മുടെ കാസ്റ്റിംഗ് തുടങ്ങി. ബോട്ടിലെ സ്ഥലപരിമിതി മൂലം കൊളൈഡ് ആവണമെന്ന് കരുതി 4 റോഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഫിഷിംഗ് ചെയ്യാൻ വരുന്നവർക്ക് വരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എങ്ങനെ പിടിക്കണമെന്നൊക്കെ. 2 പേർ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലും 2 പേർ ഫ്രണ്ട് സൈഡിലും നിന്നാണ് പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വീണ്ടും ആദ്യത്തെ ബെയ്റ്റ് ഫിഷ് അടിച്ച ആൾക്ക് തന്നെ ആദ്യത്തെ കിങ് ഫിഷ് ഇത് അടിച്ചിരിക്കുകയാണ്. താനൊരു ഭാഗ്യക്കേടല്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇതാ സജിൻ ബ്രോ ആദ്യത്തെ മീനെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക്. അവന്റെ ഒപ്പം ഒരു എരണ്ടയാണോ? അങ്ങനെ ഫസ്റ്റ് ഫിഷിനെ ഇതാ നമ്മൾ ബോട്ടിനുള്ളിലേക്ക് വലിച്ചു കയറ്റി. എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു ആദ്യത്തെ ഫിഷിനെ കിട്ടിയപ്പോൾ തന്നെ. അങ്ങനെ നല്ലൊരു സൈസ് കിങ് ഫിഷ് തന്നെ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തിനാണ് ടിൻഡു ബ്രോ മാറ്റിനെ സ്കിപ്പറായിട്ട് കൊണ്ടുവന്നതെന്ന്. കാരണം ബെയ്റ്റ് ഫിഷിനെ പിടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പോയി സ്പോട്ട് വെച്ച് തന്നെ നമുക്ക് ഈ കിങ് ഫിഷിനെ കിട്ടി. പറഞ്ഞു തീരും മുന്നേ നെക്സ്റ്റ് ഫിഷ് നമ്മുടെ റോബിനെ അടിച്ചിരിക്കുകയാണ്. Giant. Right, I wind them in, guys. This is a giant. Whatever this is. It's a big fish. Like this thing's gotta be huge. നമ്മുടെ സ്കിപ്പർ പറഞ്ഞ പോലെ നമുക്ക് ബിഗ് ഫിഷിനെ അടിച്ചേക്കുന്നതായിട്ടാണ് കരുതിയത്. റോബിൻ ചേട്ടനെ ഫിഷുമായിട്ട് നല്ലൊരു ഫൈറ്റ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ടൈം എടുത്തു ഫിഷിനെ നമ്മുടെ അടുത്തെത്തിക്കാനായിട്ട്. ഫിഷിന്റെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മുടെ സ്കിപ്പർ ബോട്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്നുണ്ടായിരുന്നു. You're good. We're all good, mate. As long as the fish ain't going the wrong way, I'm not one way going the other. Hang on, mate. This is fucking big, whatever it is, man. It's just അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫിഷിനെ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത്ര നേരം ഫൈറ്റ് കൊടുത്ത ഫിഷ് കിങ് ഫിഷ് അല്ല, പകരം ഒരു ഷാർക്കായിരുന്നു എന്ന്. നോർമലി ഇവിടുത്തെ ഷാർക്കുകൾക്ക് മെർക്കുറി കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കാറില്ല. പക്ഷേ മാറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഫിഷ് നമുക്ക് എഡിബിളാണ്, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ബോട്ടിലേക്ക് കയറ്റുവാണ്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ലൈവായിട്ടൊരു ഷാർക്കിനെ കാണാനും അതിനെ പിടിക്കാനുമായിട്ട് നമുക്ക് പറ്റി. ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തുന്നതോറും ഷാർക്കിൻ്റെ അഗ്രഷൻ കൂടി വരുമായിരുന്നു. Alright, guys, step back. No. Yeah, hey, mate, can you go up in the front? നെക്സ്റ്റ് ഒരു കിങ് ഫിഷ് അടിച്ചത് എനിക്കാണ്, പക്ഷേ അതിൻ്റെ വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല. അതും അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ നമ്മളിത് സേഫായിട്ട് നമ്മുടെ ഐസ് ബോക്സിലേക്ക് ഇടുവാണ്. അടുത്തായിട്ട് നമുക്ക് കിട്ടിയത് ഒരു വെറൈറ്റി മീനാണ് കേട്ടോ. സജിൻ ബ്രോയ്ക്കാണ് അത് കിട്ടിയത്. അതിനെ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇത്തവണത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെയ്റ്റ് ഫിഷ് പോകാതെ തന്നെ നമുക്ക് ഈ ഫിഷിനെ കിട്ടിയെന്നുള്ളതാണ്. ഓഷനിൽ നിന്ന് കിട്ടാവുന്ന വൺ ഓഫ് ദ ടേസ്റ്റിയസ്റ്റ് ഫിഷുകളിൽ ഒന്നാണ് ഇതെന്നാണ് ടിൻഡു ബ്രോ നമ്മളോട് പറഞ്ഞത്. ഇവൻ്റെ പേര് ജോൺ ഡോറി എന്നാണ്. പേരിൽ തന്നെ നല്ലൊരു വെറൈറ്റി ഉണ്ടല്ലേ. അപ്പോൾ അടുത്ത ഊഴം നമ്മുടെ ശരത് ബ്രോയുടെ ആയിരുന്നു. പിടിച്ചോ
ഇരിക്കൂ. മോനെ എടാ മോനെ. വെള്ളത്തട്ടെ അങ്ങോട്ട്. അങ്ങോട്ട് കലത്തട്ടെ, യേശോദേ. Hey, gotcha! അങ്ങനെ നമ്മുടെ ബോട്ടിലേക്ക് ഇതാ കിങ് ഫിഷ് നമ്പർ 3 കയറിയിരിക്കുകയാണ്. നല്ലൊരു സൈസ് ക്യാച്ചിനെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടിയേ ഫിഷ് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നുള്ളത്. അത് നമ്മുടെ സിനോമീറ്ററാണ്. നമ്മൾ ടാർഗറ്റ് ഇട്ട് വെച്ചതും എല്ലാവരെ കൊണ്ടും അറ്റ്ലീസ്റ്റ് ഒരു മീനെങ്കിലും പിടിപ്പിക്കുക എന്നായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഫിഷിനായിട്ടുള്ള ഫൈറ്റ് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് ഫിഷ് അടിക്കുമ്പോൾ ബാക്കി ലൈൻ നോർമലായിട്ട് തിരിച്ച് കയറ്റും. നമ്മൾ ഈ പിടിക്കുന്ന ഫിഷ് അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വേറെ ലൈനുമായിട്ട് കയറി ടാങ്കിൾ ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ സകല ആരോഗ്യം എടുത്തിട്ടാണ് ഒരു ഫിഷിനെ നമ്മൾ പിടിച്ച് കയറ്റുന്നത്. നമ്മുടെ ഷോൾഡറൊക്കെ കുഴഞ്ഞു പോണ പോലെ നമുക്ക് തോന്നും. നമ്മുടെ പ്രാഞ്ചേട്ടനെ പറഞ്ഞ കൂട്ട് എളുപ്പമല്ല കേട്ടോ ഈ ജാതി സാധനങ്ങളൊക്കെ കിട്ടാൻ. അങ്ങനെ ഞങ്ങൾ 5 പേർക്കും ഓരോരോ വലിയ ഫിഷിന് വീതം കിട്ടിയിരിക്കുകയാണ്. വെയിൽ ഹണ്ടിങ് ഉണ്ടായിരുന്ന സമയത്ത് അതിനെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് അങ്ങ് ദൂരെ കാണുന്നത്. നമ്മൾ അടുത്തൊരു സ്പോട്ടിലെത്തിയപ്പോൾ സ്കൂൾ ഓഫ് ഫിഷസിനെ കണ്ടു. രസം എന്തെന്ന് വെച്ചാൽ അതിൻ്റെ കളറായിരുന്നു. കണ്ടില്ലേ, നല്ല ബ്ലൂ കളർ. അതിൻ്റെ കളർ പോലെ തന്നെ ഫിഷിൻ്റെ പേരും ബ്ലൂ ഫിഷ് എന്നാണ്. നമ്മളവിടുന്ന് നെക്സ്റ്റ് ഒരു കേവിലേക്ക് പോയി. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കയറിയ കേവ് പോലെ ഓപ്പൺ സൈഡിലുള്ള കേവ് അല്ലായിരുന്നു. പക്ഷേ കാണാൻ അടിപൊളിയായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ താഴെ കൂടി കുറേ ഫിഷസ് നീങ്ങുന്നുണ്ടായിരുന്നു. ഈ ഒരു ഫിഷിങ്ങിന് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും ഇതൊക്കെ തന്നെയാണ്. ഫിഷിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പല സ്ഥലങ്ങളും ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പോകും വഴി നമ്മൾ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു. ഒട്ടഹൈ ബേ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. പഹിയിൽ നിന്നും റസലിൽ നിന്നും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടുത്തെ വാർഫിൻ്റെ താഴോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഗൈസ്. എങ്ങനെയുണ്ട്? സ്നാപ്പർ ഫിഷിൻ്റെയും കവായിയുടെയൊക്കെ ബഹളമായിരുന്നു താഴെ. ഈ ഭാഗത്ത് ഫിഷിങ് അലൗഡ് ആണെങ്കിലും അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ആരും ഇവിടെ ഫിഷിങ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ പോലും ഈ ഫിഷസിനൊരു പേടിയില്ലാണ്ടാണ് നടക്കുന്നത്. എന്തായാലും വന്നാലേ അപ്പോൾ കുറച്ച് ഫിഷ് ഫീഡിങ് ചെയ്തേക്കാന്ന് ഞങ്ങളും കരുതി. നാട്ടിലൊക്കെ ആവണമായിരുന്നു ഈ സ്ഥലം. മഷിയിട്ട് നോക്കാൻ പോലും ഒരെണ്ണം ഇല്ലാത്ത ടൈപ്പിൽ നമ്മൾ അടിച്ചിട്ട് പോകാനില്ല അത്രയും. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് എക്സ്പെഡിഷൻ ഇത് അവസാനിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ തിരിച്ച് ഒപ്പുവ ബേയിലേക്ക് എത്തിയിരിക്കുകയാണ്. തിരിച്ച് ഞങ്ങൾ പാർക്കിലോട്ട് പോകുമ്പോഴായിരുന്നു ഈ ഐറ്റത്തിനെ കണ്ടത്. കാർ ഭ്രാന്തന്മാരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി കമൻ്റ് ഇടുക ഇത് ഏത് മോഡലാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാ തിരിച്ച് കരയിലോട്ട് കയറുവാണ്. എന്ത് സിമ്പിളായിട്ടാണെന്ന് നോക്കിയേ ഒരു ബോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. ന്യൂസിലൻഡ് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. നമുക്ക് മിക്കയിടത്ത് ഇതുപോലെ ബോട്ടുകളെയും വലിച്ചുകൊണ്ട് കാറുകളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഇവിടെയുള്ളവർക്ക് ഫിഷിംഗ് എന്ന് വെച്ചാൽ ഒരു ഹോബി പോലെ തന്നെയാണ്. നമ്മളങ്ങനെ നമ്മുടെ സ്കിപ്പർ മാറ്റിനോട് ബൈ ബൈ പറയുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ ടിൻഡോബ്രോയുടെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മുടെ ഫിഷ് കളക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്യാച്ച്. ഞങ്ങളിവിടെ ഒരു ഫുൾ ഡേ പാക്കേജ് എടുത്തത്. എന്ന് പറയുമ്പോൾ പെർ ഹെഡ് നമുക്കായത് $300 ആണ്. ഇത് കൂടാതെ ഒരു ഹാഫ് ഡേ പാക്കേജ് ഇവർക്കുണ്ട്. $175 അതിനാവത്തുള്ളൂ. പക്ഷേ ഞങ്ങളീ പോയത്ര ഡിസ്റ്റൻസിലൊന്നും ആ ഒരു ട്രിപ്പിൽ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്കും ഇതുപോലെ ഫിഷിംഗ് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവയുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ലൈഫിൽ 1 ടൈമെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ മുടക്കുന്ന പൈസ എന്തായാലും വെർത്താണ് സത്യത്തിൽ. കാരണം നമുക്ക് കാണാനുള്ളതൊക്കെ കാണുകയും ചെയ്യാം, കൂട്ടത്തിൽ ഫിഷും കിട്ടും. പോയ ഞങ്ങൾ 5 പേരും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ട്രിപ്പിൽ. താങ്ക്സ് ടു ടിൻഡോബ്രോ ആൻഡ് ഹിസ് ഈസി ഫിഷിംഗ് ചാർട്ടേഴ്സ്. So that's all about boat fishing. See you in the next video. Bye.